hello guys, welcome back to Lebens vlog. എല്ലാവർക്കും Lebens vlogലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ സ്വീറ്റ് ബ്രെഡ് ആണ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്ക് ആണ് ഇത്. സ്വതവേ നമ്മൾ ബ്രെഡും ജാമും ഒക്കെ വെച്ചിട്ട് ബ്രെഡും ജാമും കഴിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ഡിഫറൻസ് ആയിട്ട് ഇതിനെ പഴം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ഞാനിവിടെ 2 പഴുത്ത പഴം ഇതേപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ച് പഴം ഇട്ട് കൊടുക്കാം. ഇനി പഴം ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇതിങ്ങ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഈ വെള്ളമൊക്കെ നന്നായിട്ട് ആറിയിട്ട് ഈ പഴം നന്നായി ഉടച്ചെടുക്കണം. കട്ടിയില്ലാണ്ട് ഉടച്ചെടുക്കുക. പഴം ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സൈഡിലേക്ക് മാറ്റിയേക്കാം. ഇനി ഇതെങ്ങനെ അസംബിൾ ചെയ്ത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൽ ഈ പഴത്തിൻ്റെ മിക്സ് ഒന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡ്സ് ഒന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ജാം വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജാം യൂസ് ചെയ്യാം. പക്ഷേ ജാമിൻ്റെ കളർ യെല്ലോ ആവാൻ പാടില്ല എന്നേലും, കാരണം പഴത്തിൻ്റെ കളറ് യെല്ലോ ഉണ്ടല്ലോ. അപ്പം ഒരു കാണാനൊക്കെ ഭംഗി ഉണ്ടാവാം. ജാമിന് വേറൊരു കളറ് ജാം യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഫ്രൂട്ട് മിക്സിൻ്റെ ജാം യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ആപ്പിളോ അല്ലെങ്കിൽ സ്ട്രോബെറി അങ്ങനെ ഒരുപാട് ജാം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ജാം യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെയേഴ്സ് ഇതേപോലെ ചെയ്തെടുക്കാം. ഒരു ലെയർ ജാമും മറ്റേ ലെയർ പഴത്തിൻ്റെ ഒരു മിക്സും ചെയ്ത് നന്നായിട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒന്നും വരില്ല. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഈ പഴം ഇങ്ങനെ ആക്കിയെടുക്കാം പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഈ പഴത്തിന് ഒരു ജാമിന് ഏകദേശം ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജാമ് ഓവറായി ഓവർ യൂസ് ചെയ്യേണ്ട ജാമ്. അപ്പോൾ വെറും ജാമ് മാത്രം കഴിക്കുന്ന പോലെ തോന്നും. ഈ പഴത്തിൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടണമല്ലോ. അപ്പം അതിന് വേണ്ടി ജാമ് കുറച്ചെടുക്കാം. ഇനി ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു പ്ലെയിൻ ബ്രെഡ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ഇതേപോലെ ഒന്ന് നന്നായി കടഞ്ഞെടുക്കുക. ഇനി കടഞ്ഞ മുട്ടയിലേക്ക് എന്ത് ചെയ്യുക, ഈ ബ്രെഡ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ സൈഡും നല്ല പാങ്ങിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ മുകളിലത്തെ ഭാഗത്ത് കുറച്ച് മുട്ട സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മുട്ടയിലേക്ക് ഡയറക്റ്റായിട്ട് ഈ മുകളിലത്തെ ഭാഗം ഡിപ്പ് ചെയ്യേണ്ട. പിന്നെ ഒരു പാൻ വെച്ച് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം അതിൻ്റെ മറ്റേ എൻഡിലേക്ക് ഈ പാൻ വെച്ച സമയത്ത് തന്നെ മുട്ട വെച്ച് കൊടുക്കുക. എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി എല്ലാ സൈഡും പൊരിച്ചെടുക്കുക. അതിൻ്റെ സൈഡ്സും അപ്പുറം ഇപ്പുറം ഒക്കെ നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ സ്വീറ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിളാണ്, നല്ല ഹെൽത്തി ആയിരിക്കും, സിമ്പിളുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ റെസിപ്പി എത്തിച്ചു കൊടുക്കാനും മറക്കല്ല. പിന്നെ ഇതേപോലെ നല്ല നല്ല വീഡിയോസായി വരുന്നത് വരെ ബൈ.